സ്മരണകൾ തുടിക്കുന്ന സഫ മർവ. ഈ സഫ മർവയുടെ ഓർമ്മകളും അതിൻ്റെ ചരിതങ്ങളും പരിശോധിക്കുമ്പോൾ ഇഷ്ടം പോലെ ചരിതങ്ങളാണ്, സ്മരണകളാണ് ഈ രണ്ട് ഈ പർവ്വതങ്ങൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത്, ഇതിൻ്റെ ചരിത്രം എന്ത് എന്നുള്ളൊരു ബോധമുണ്ടാകുമ്പോഴാണ് നമ്മുടെ സായിനും അതുപോലെ മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ മാജ്ജയുണ്ടാകുന്നത്, ആത്മാവുണ്ടാകുന്നത്. പിന്നീട് ഇസ്ലാം വന്നതിന് ശേഷം കഅബത്തിന്റെ ഉള്ളിൽ പോലും പ്രതിമകളായിരുന്നു. അതൊക്കെ ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ ഇതും ഒഴിവായി. എന്നാലും മഹാന്മാരായ സ്വഹാബിവര്യന്മാർക്ക് ഇത് വല്ലാത്ത പ്രയാസം വന്നു. പഴയ കാലത്ത് അവർ ആരാധിച്ചിരുന്നതാണ് ഈ രണ്ട് പ്രതിമകൾ. ഇനി ഇസ്ലാം വന്നതിൻ്റെ ശേഷവും ഇതുപോലെ സഫയിലും മറവയിലും സഹി ചെയ്യുന്നത് ആ പഴയ കാലത്തെ ആരാധനയോട് അവർക്ക് തുലനം ചെയ്യുകയും അതുപോലെ ആയി പോകുമോ എന്ന് പേടിക്കുകയും ചെയ്തപ്പോൾ പലർക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ്. കാരണം പോലും പഴയ കാലത്ത് ആരാധിച്ചിരുന്നല്ല ഇത് സഫ മറവയുടെ ഇടയിലുള്ള ഈ രണ്ട് കുന്നിന്റെ മുകളിലുണ്ട് പർവ്വത മുകളിലെ പ്രതിമകളെ. അതുകൊണ്ട് സഹി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർക്കൊരു പ്രയാസം, കുറ്റല്ലേ എന്ന് തോന്നിപ്പോയി, അവർക്ക് കുറ്റമാണ് എന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് നിർബന്ധമായൊരു കാര്യത്തെ ഖുർആൻ പറയാൻ യാതൊരു കുഴപ്പവും ആ സഫാ മർവക്കലിൽ സഫ സഹി ചെയ്യുന്നതിന് ഇല്ല എന്നുള്ളത് മാത്രമല്ല, അത് ഒരു അഭിവാജ്യ ഘടകമാണ്. ഹജ്ജിന്റെ ഉംറയുടെ അഭിവാജ്യ ഘടകമാണ്. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹിഹായപ്പോൾ വഹജ്ജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ അല സഈദ അല സഫ. ഇതിന്റെ കാരണം ഇതാണ്. ഈ സഫയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി നിന്നു. വസഈൽ മർവ, പ്രവാചകൻ ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, മർവയിലേക്ക് പോയി. 7 പ്രാവശ്യമാണ് സഫയുടെയും മർവയുടെയും ഇടയിൽ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നത്. ഈ സഫയുടെയും മർവയുടെയും ഇടയിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ ചരിതങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ഫകാന സയ്യു ബൈന സഫ വൽ മർവ മിൻ അർകാനിൽ ഹജ്ജ് വൽ ഉംറ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് സഫയുടെയും മർവയുടെയും ഇടയിൽ 7 പ്രാവശ്യമുള്ള സഅയ് നിർബന്ധമാക്കിയത്. എന്നാൽ ഒന്നുകൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ അവിടെ ചെന്നാൽ തവാഫ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഇടയിലും വന്ന് നടക്കുന്നത് കാണാം. ഹജ്ജിനൊക്കെ പോയ ആളുകൾക്കറിയാം. മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് തവാഫ് ചെയ്യുന്നത് പോലെ സഫ മർവന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നു. അവർ മഹാന്മാര് പറയുന്നുണ്ട്, വെറും സഅയ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. എന്നാലോ തവാഫ് എപ്പോഴും ചെയ്യാവുന്നതാണ്, അത് ചെയ്യേണ്ടതാണ്. എന്നതുപോലെ സഅയ് എന്ന് പറഞ്ഞിട്ട് 7 പ്രാവശ്യം നടക്കുന്ന ഏർപ്പാട് പ്രത്യേകമായി ഒറ്റപ്പെട്ടുകൊണ്ട രീതിയിൽ തനിച്ചുകൊണ്ടില്ല. ഒരുപക്ഷെ ഉംറയുടെ കൂടെയാവണം, അല്ലെങ്കിൽ ഹജ്ജിന്റെ കൂടെയാവണം. ഹജ്ജിന്റെയോ ഉംറയുടെയോ കൂടെയാവണം സഅയ്. അല്ലാതെ ഒറ്റക്ക് സഅയ് ചെയ്യുന്നുള്ളൊരു പുണ്യം ഒരു സുന്നത്ത് ഇല്ല എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ സഫാ മർവയിൽ നമ്മൾ നടക്കുന്നത്. പഴയ കാലത്ത് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്, 2 പ്രതിമകളുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ നടന്നിരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ഫറഅ മിൻ തവാഫി, പ്രവാചകൻ തവാഫ് കഴിഞ്ഞാൽ മുത്തുകയും ചെയ്താൽ സഫയുടെ ഭാഗത്തേക്ക് പോകും. ഇന്ന് 2-3 നിലകളിലാണ് അതുള്ളത്. ഒരു 2000 കാലഘട്ടങ്ങളൊക്കെ അടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ സഫ തവാഫ് ചെയ്ത് സുന്നത്ത് നമസ്കരിച്ച് നേരെ കയറുന്നത് ആ സഫയുടെ ബാബിലൂടെ സഫയിലേക്കാ പോവാം. അള്ളാന്റെ റസൂൽ തവാഫ് കഴിഞ്ഞുകൊണ്ട് ഈ സഫാ കുന്നിന്റെയും സറയുടെയും ഇടയിലേക്ക് പോവാൻ. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന് മുകളിൽ കയറുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് അബ്ദഉ ബിമാ ബദഅല്ലാഹ്. ഖുർആൻ പറഞ്ഞത് ഇന്ന സഫാ വൽ മർവ എന്നല്ലേ. അതുകൊണ്ട് ഞാനും സഫ കൊണ്ട് തുടങ്ങുന്നു. അബ്ദഉ ബിമാ ബദഅല്ലാഹ്, അല്ലാഹ് തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു. അതുകൊണ്ട് സഫ 1, മർവ 2, അങ്ങോട്ട് സഫയിൽ മറവിലേക്ക് 1, വീണ്ടും സഫയിലേക്ക് 2. ഇങ്ങനെയുള്ള 7 പ്രാവശ്യമുള്ള ഈ കാണുന്ന സഅയിന് ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതാണ്. സഫ മർവയുടെ ഈ സ്മരണകൾ തുടിക്കുന്ന ഈ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കാണാം. എന്നാലോ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ചില സ്ഥലങ്ങളിൽ ഓടുകയും പ്രത്യേകമായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്തു. അത് ഈ സഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സത്യത്തിൽ ഈ ചെയ്യുന്നത് ഒരു സ്മരണ പുതുക്കലാണ്. സഫ മർവയിലെ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ തുടിക്കുന്ന സ്മരണകൾ ഏതെന്നറിയോ? സഫ മർവക്കിടയിലുള്ള നടത്തം അത് ഉംറയുടെയും ഹജ്ജിന്റെയും അടയാളങ്ങളാണ്. മറ്റൊന്ന് ഹാജറ ബീവിയുടെയും മോൻ ഇസ്മായിലിന്റെയും ചരിത്രങ്ങളെ അത് കാലാകാലം സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീന തറക്കഹുൽ ഖലീലു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോനെയും ഒരു ഉമ്മയും കൊണ്ടുവന്ന് പിതാവോടുന്ന് പോവാണ്. ഈ പോകുന്ന പിതാവിന്റെ ആ വലിയ ദുരന്തമായി നമുക്ക് തോന്നുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവത്തിന്റെ സ്മരണ പുതുക്കുകയാണ് ഈ സഫാ മർവന്റെ ഇടയിലൂടെ നടക്കുന്ന നടത്തമെന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇങ്ങനെ കാണാം: وجعلت إسماعيل ترضع إسماعيل وتشرب من ذلك الماء حتى إذا نفذ ما في السقاء وعطشت. മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ആ ഉമ്മു ഇസ്മായിൽ മോനിങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരുന്നു. അവരാണെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മാക്കും വേണ്ടി ഉപ്പ ഒഴിവാക്കി കൊടുത്തിരുന്ന വെള്ളമുണ്ട്, ആദ്യം കുടിക്കും. അങ്ങനെ ആ തോൽപാത്രത്തിലുള്ള വെള്ളം മുഴുവനും കഴിഞ്ഞുപോയി. വിജനമായ ചീവീടുകളുടെ ശബ്ദം മാത്രമുള്ള പ്രദേശം. ഇന്ന് നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റൂല. അന്ന് ഒരു മനുഷ്യവാസം അവിടെ ഇല്ല. പക്ഷികൾ പോലും അതിലെ പറക്കുന്നില്ല. ഒരാളും അവിടെ കാണാനില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ 10,000 വർഷങ്ങൾക്കും ഒരു ഉമ്മയും ഒരു മോനും നിൽക്കുന്ന രൂപം നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കണം. നമ്മൾ ചുറ്റുഭാഗവും ആകാശത്തോടുമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതങ്ങളാണ്, കരിമ്പാറക്കൂട്ടങ്ങളാണ്, വെള്ളത്തിന്റെ ജാലാഞ്ചന പോലും ഇല്ലാത്ത ഇടങ്ങളാണ്. ദാഹിച്ച് പരവശയായപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയോ? വെള്ളം തീർന്നപ്പോൾ അന്ന് ആ കഅബയുടെ ചാരത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട മഹദിയായ ഹാജറ ബീവി അടുത്തുള്ള കുന്നാണ് സഫാ പർവ്വതം. ആ സഫാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകാൻ. എന്നിട്ടോ ആ സഫാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ആ പ്രിയപ്പെട്ട മാതാവ് വളരെ വേദനയോടെ കയറുകയാണ്. പിന്നീട് തായ്വരിലേക്ക് ഇറങ്ങുകയാണ്. ഏതെങ്കിലും ഒരാളെ കാണുന്നുണ്ടോ? ഞാൻ എന്റെ ദാഹം പ്രശ്നമല്ല, മുലപ്പാല് പോലും പറ്റിയിട്ടുണ്ട്. എന്റെ കുട്ടിയുടെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രിയപ്പെട്ട മാതാവ് വേദനയോടെ ഓടുകയാണ്. ഒരാളെയും കാണുന്നില്ല. ഒരേ തന്റെ ബേജാറോടെ അടുത്തുള്ള മർവ്വതമാണ് മർവ എന്ന് പറയുന്നത്. ഇതൊക്കെയും ഈ സഫാ മർവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചരിത്രത്തിന്റെ തുടിപ്പുകളാണ്. അതിന്റെ ഇടയിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അത്തത്തിൽ മർവ ഫഖാമത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിശന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, എന്റെ മുലപ്പാല് പോയിട്ടുണ്ട്, വച്ചിട്ടുണ്ട്, എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കണം. ഓടുകയാണ്. 7 പ്രാവശ്യമാണ് ഒരു പ്രിയപ്പെട്ട മാതാവ് ഈ 2 പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒരു കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വേദനയോടെ ഓടിയത്. അതിന്റെ ചരിത്രം ഇന്നും ആവർത്തിക്കുകയാണ്. സാധാരണയായി രണ്ട് പച്ചലേറ്റുകൾ ഇന്ന് അതിന്റെ ഇടയിൽ കാണാം. അവിടെ എത്തുമ്പോൾ ഓടണമെന്നാണ്. ആണുങ്ങൾ സഅയ് ചെയ്യുമ്പോൾ ഓടണമെന്നാണ്. പെണ്ണുങ്ങൾക്ക് ഓടൽ സുന്നത്തില്ല, ആണുങ്ങൾ ഓടണമെന്നാണ് ഇതിന്റെ ഇടയിൽ. എന്താണ് അതിന്റെ ഉള്ളിലുള്ള ചരിത്രം? എന്താണ്? മഹദിയായ ഹാജറ ബീവി കുഞ്ഞിന് കിട്ടാൻ വെള്ളത്തിനു വേണ്ടി അവിടെ ഓടുകയാണ്. ഓടുന്ന സ്ഥലം അത് പ്രത്യേകം ഇന്ന് അടയാളപ്പെടുത്തി പച്ച ലൈറ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓടുന്നത് നമുക്ക് കാണാവുന്നതാണ്. സ്ത്രീകൾക്ക് അവിടെ ഓടേണ്ട ആവശ്യമില്ല.
ഈ കാണുന്നത് ചരിത്രത്തിന്റെ ഭാഗമായത്, ചരിത്രം തുടികൊള്ളുന്ന സ്മരണകൾ തുടികൊള്ളുന്ന പ്രിയപ്പെട്ട മഹദിയുടെയും ആ പ്രിയപ്പെട്ട മോന്റെയും ആ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടകളാണ് സഫാ പർവ്വതത്തിന്റെയും മർവ പർവ്വതത്തിന്റെയും ഇടയിലുള്ള വിഷയങ്ങൾ. ആദ്യമായി സഅയ് ചെയ്തത് ഹാജറ ബീവിയാണ്. ആ സ്മരണയാണ് ലക്ഷോപലക്ഷം വിശ്വാസികൾ നാടിന്റെ നാനാ ഭാഗങ്ങളിലും വന്നുകൊണ്ട് ഇന്നും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അള്ളാന്റെ റസൂലാകുന്ന പ്രവാചകന്റെ ഭാര്യയും ഈ പ്രിയപ്പെട്ട മോനും അതിൻ്റെ ഇടയിൽ ഇത്ര വലിയ വേദനാജനകമായ ഒരു സംഭവമായതുകൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഫഖല്ലദഹു അല്ലാഹു ഹാദൽ ഫീൽ കാലങ്ങൾ ഇനി എത്ര ഖിയാമത്ത് നാൾ വരെ മാറി മാറി വന്നാലും വേദനയോടെ വെള്ളത്തിൽ ഓടിപ്പോയ വെറുതെ ആ പ്രിയപ്പെട്ട മാതാവിന്റെ ആ നൊന്തുകൊണ്ടുള്ള വേദനയോടെയുള്ള ഓട്ടത്തിന്റെ സ്മരണകൾ അവസാന നാൾ വരെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്നാണ് നിയമം. സഫാ പർവ്വതത്തിന്റെയും ഇതിന്റെ സഫാ മർവ പർവ്വതത്തിന്റെ സ്മരണകൾ ഇഷ്ടം പോലെ ചരിതങ്ങൾ തുടികൊള്ളുന്ന ഇടമാണ് ഈ പറയപ്പെടുന്ന ഇടം എന്ന് പറയുന്നത്. ഇത് ആദരവോടെ കാണുന്നതാണ്. അതിനൊക്കെ നമ്മൾ ആദരിക്കണം. കേവലം ഓടിപ്പോയതല്ലാതെ എക്സസൈസിന് വേണ്ടി നമ്മൾ സാധാരണ ഗ്രൗണ്ടിൽ ഓടുന്ന ഓട്ടമുണ്ട്. ആ ഓട്ടമല്ലാതെ അതിന് കുറച്ച് ആ സംഭവം കൂടി ഓർമ്മ വെച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. സഫക്ക് കുറെ സ്മരണകളുണ്ട്. മഹാനായ പ്രവാചകൻ ഇനി ഇത് പോട്ടെ, മറ്റൊരു ചരിതം ഈ സഫക്കാണ് ഞാൻ പറയുന്നത്. സ്മരണകൾ തുടിക്കുന്ന സഫാ മർവയെ കുറിച്ചാണ്. സഫാ പർവ്വതത്തിന് മറ്റൊരു ചരിതമുണ്ട്. അവിടെയാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളോട് മുന്നറിയിപ്പ് നൽകണം, അവരോട് നല്ല കാര്യം പറഞ്ഞ് ദീനിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ആദ്യഘട്ടങ്ങളിൽ അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ ആളുകളോട് നിങ്ങളുടെ കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ കയറിയത് പ്രവാചകൻ ആ സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. പ്രവാചകൻ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറയുന്നു ഓരോരുത്തരോടും, എല്ലാവരും വരൂ എന്ന് പറയുന്നു. ഖുറൈശി പ്രമുഖന്മാരുടെ തറവാടിന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നവരൊക്കെയും അങ്ങോട്ട് വരുന്നു. എത്രത്തോളം വാഴ്ചയ്ക്ക് സഹജമായ പ്രയാസങ്ങളെ കൊണ്ടോ രോഗങ്ങളെ കൊണ്ടോ പോകാൻ പറ്റാത്ത വീടുകളിൽ നിന്ന് പ്രതിനിധികൾ അങ്ങോട്ട് വിട്ടുന്നു. പോയി നോക്ക്, മുഹമ്മദ് വിളിച്ചതല്ലേ, പോകാൻ വേണ്ടി പറഞ്ഞു. വിളിച്ചു പറഞ്ഞത് സഫാ കുന്നിന്റെ മുകളിലാണ്. സ്മരണകൾ തുടിക്കുന്ന ഇടമാണ് സഫാ കുന്നു എന്ന് പറയുന്ന ഈ വൈകുന്ന് പർവ്വതം എന്ന് പറയുന്നത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അബൂലഹബ് അടക്കമുള്ള ആളുകൾ എന്ന സഫാ കുന്നിന്റെ തായ്വരയിലെത്തിയിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളെ ഈ മറുഭാഗത്ത് നിങ്ങളെ കവർച്ച ചെയ്യാൻ വേണ്ടി കൊള്ള സംഘം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ? അപ്പോൾ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കും. നീ സത്യല്ലേ പറഞ്ഞിട്ടുള്ളൂ, നീ അത് പറഞ്ഞാൽ ഞങ്ങൾ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ വരാനുണ്ട്, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ. ഇത് പറഞ്ഞതോടുകൂടി അബൂലഹബ് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ട് മുമ്പ് സഫാ കുന്നിന്റെ തായ്വരയിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ് നിനക്കാണ് സർവനാശവുമെന്ന്. അന്ന് ആ സഫാ കുന്നിന്റെ ആ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായി കൊണ്ടിറങ്ങിയൊരു വചനമുണ്ട്. ആ വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ഞാൻ പറയുന്നത് സ്മരണകൾ തുടിക്കുന്ന സഫാ കുന്നിനെ കുറിച്ചാണ്, മറവയെ കുറിച്ചാണ്. ഇതേപോലെ ഇഷ്ടംപോലെ ചരിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ വിഷയങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പ്രത്യേകതയായി നമുക്ക് കുറെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? ഈ സൈന്റെ സഫ പർവ്വതത്തിന്റെ ഇടയിലുള്ള നടത്തത്തിന്റെ കുന്നിൽ കയറുന്നതിന്റെ ഒന്നെന്താണെന്നറിയോ? അദ്ദിലാവത്തസ്ലീം. ഒന്ന്, ഒരു പ്രിയപ്പെട്ട മാതാവിനെയും മോനെയും വിട്ടേച്ചു കൊണ്ട് പോകുമ്പോൾ ഇബ്രാഹിം നബിയോട് ചോദിച്ചിരുന്നു, അല്ലാഹു അമറക ബിഹാദ, എന്നീ മോനെ ഇവിടെ ഈ വീട് ഇട്ടേച്ചു കൊണ്ട് പോകാൻ അള്ളാന്റെ കൽപ്പന ഉണ്ടോ? പലനാം ഉണ്ട്, അള്ളാന്റെ കൽപ്പനയുണ്ട്. അപ്പൊ പറയുന്നു ആ പ്രിയപ്പെട്ട മാതാവ്, ഇതല്ല യുദഅന, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പടച്ച തമ്പുരാൻ വെറുതെയാക്കൂല, ഞങ്ങൾക്ക് എന്തായിരുന്നാലും പ്രതീക്ഷയുണ്ട്. ഈ ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു ചെറിയ കിരണങ്ങളാണ് ഏത് പ്രതിസന്ധി വരുമ്പോഴും ഒരാൾക്ക് വേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠമാണ് ഈ സഫാ മർവ കുന്നിന്റെ ഇടയിലുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്നെന്താണെന്നറിയാം നിങ്ങൾ? വല്ലഹദു ബിൽ അസ്ബാബ്. അള്ളാന്റെ റസൂലാകുന്ന ഇബ്രാഹിം നബി അള്ളാഹ് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഒഴിവാക്കിയത്, ശരിയാണ്. അപ്പൊ അള്ളാഹ് നോക്കും, അള്ളാഹ് ഞങ്ങളെ കാക്കുമെന്നുള്ള ഉറപ്പുണ്ട്. എന്നാലും വെറുതെ നിന്നില്ലല്ലോ. ഇതാണ് ഒരു പാഠം. ഈ സഫാ മർവ കുന്നിന്റെ ഇടയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചരിത്രങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പാഠം. കാരണങ്ങൾ നോക്കണം. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹ് നോക്കും, അള്ളാഹ് കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹ് ഏറ്റെടുത്തില്ല, ഇനി എങ്ങോട്ട് പോകണം, വെറുതെ ഇരുന്നാൽ മതി എന്നുള്ളൊരു ചിന്ത വരരുത്. രണ്ടാമത്തെ പാഠം അതാണ്. കാരണങ്ങൾ അഥവാ വെറുതെ ഇരുന്നില്ല. ആ പ്രിയപ്പെട്ട മാതാവ് അള്ളാഹ് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ അവിടെ ഇരുന്നാ പോരെ? അല്ല, അത് കിട്ടേണ്ട കാരണങ്ങൾ ഓടി നടക്കണം. സഫാ മർവ കുന്നിന്റെ ഇടയിൽ ഏഴോളം തവണ വേദനയോടെ ഓടിയ മാതാവ് പരിശ്രമമാണ്. അല്ലാതെ അള്ളാഹ് കാക്കുമെന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് നമ്മളെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അള്ളാഹ് നേരിട്ട് തരുവാലോ എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഇങ്ങനെ ചെയ്യാനും ഇതൊരു വലിയ പാഠമാണ്. മറ്റൊന്ന്, ഈ സഅയ് എന്ന് പറയുന്നത് ഇത് ഈ മനസ്സിന് സാന്നിധ്യം വേണം. വെറുതെ ഇങ്ങനെ ഓടാനല്ല, ഗ്രൗണ്ടിൽ ഓടുന്ന ഓട്ടമല്ലാതെ. ഈ കാണുന്ന ഓട്ടത്തിൽ രണ്ട് പച്ച ലൈറ്റുകൾക്കിടയിലുള്ള തുള്ളിയിട്ടുള്ള ഓട്ടം, ഈ ഓട്ടം അതൊരു ചരിത്രത്തിന്റെ സ്മരണയാണ്. മനസ്സ് വേദനയോടെ ഒരു മാതാവ് ഓടിയത് മനസ്സിലേക്ക് കയറി വരണം. അപ്പോഴാണ് അത് സഅയായി മാറുന്നത്. അപ്പോഴാണ് ആ പർവ്വത ശിഖരങ്ങൾക്കിടയിലുള്ള ഓട്ടത്തിന് ആത്മാവുണ്ടാകുന്നത്. അപ്പോഴതിന് മജ്ജയുണ്ടാകുന്നത്. അവർ വെള്ളത്തിന് വേണ്ടി ഓടുകയാണ്. നമ്മളും അത് ഇത്തിബാ ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഈ സഫാ മർവ കുന്നിന്റെ സ്മരണകളായി